നമസ്കാരം. അങ്ങനെ 18ാം IPL സീസൺ വരികയാണ്. 22ാം തീയതി മാർച്ച് 22 IPL അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ IPL ഇത്തവണത്തെ മെഗാ ഓപ്ഷനിലൊക്കെ പല താരങ്ങളും പല പല ഫ്രാഞ്ചൈസികളിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും പലരും ഏതൊക്കെ ഫ്രാഞ്ചൈസികളാണ് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. കാരണം മൊത്തത്തിൽ ഒരു അവിയൽ പരിപാടിയിട്ടേക്കാണ്. ഒരു ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കഴിയുമ്പോൾ മാത്രമായിരിക്കും ഇന്ന ആൾ ഈ ടീമിലാണല്ലേ എന്നൊക്കെ ഒന്നും ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും പ്ലെയർ ലൈനപ്പ്, ഫിക്സ്റ്റേഴ്സ് ഇതെല്ലാം വന്നു കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഞെട്ടിപ്പോകുന്നത് ക്യാപ്റ്റന്മാരുടെ കാര്യത്തിലാണ്. ഇതുവരെ 18 IPL സീസണിലും ഉണ്ടാകാത്ത പല ചരിത്രങ്ങൾ, പല മാറ്റങ്ങളൊക്കെയാണ് ഇത്തവണത്തെ IPL ക്യാപ്റ്റന്മാരായി എത്തുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം 10 ഫ്രാഞ്ചൈസികളിൽ നിന്ന് ഒരൊറ്റ ഓവർസീസ് ക്യാപ്റ്റൻ മാത്രമാണുള്ളത്. അതിൽ മാത്രമല്ല, ഇത്തവണ ഒരു T20 ഇൻ്റർനാഷണൽ പോലും കളിക്കാത്ത ഒരു ക്യാപ്റ്റൻ ഒരു ഫ്രാഞ്ചൈസിനുണ്ട്. അങ്ങനെ പല പല സംഭവ വികാസങ്ങളാണ് ഇത്തവണത്തെ IPL ക്യാപ്റ്റന്മാരുടെ കൂട്ടത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള. ഏറ്റവും ആദ്യം അൺസോൾഡ് ആയിട്ട് നിന്ന പ്ലെയർ ഇത്തവണ ക്യാപ്റ്റനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പല ചരിത്രങ്ങൾ ഇത്തവണത്തെ IPL ക്യാപ്റ്റന്മാരിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ 18ാം IPL സീസണിൻ്റെ ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റിലുള്ളത്. നമുക്ക് അതെന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ തന്നെ നമുക്ക് ആദ്യമേ നോക്കാം. ഏക ഓവർസീസ് ക്യാപ്റ്റനായിട്ട് മാറുന്നത് പാറ്റ് കമിൻസ് ആണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയിട്ട് മികച്ച ക്യാപ്റ്റൻസി കൈവരിച്ചിട്ടുള്ള പാറ്റ് കമിൻസ് തന്നെയാണ് ഇത്തവണത്തെ ഏക ഓവർസീസ് ക്യാപ്റ്റനായിട്ട് ഈ IPL സീസണിൽ നിൽക്കുന്നത്. പാറ്റ് കമിൻസിന് മേൽ അമ്മാതിരി വിശ്വാസമാണ് സൺറൈസേഴ്സ് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ സൺറൈസേഴ്സിനെ കപ്പിലേക്ക് എത്തിക്കാൻ പാറ്റ് കമിൻസ് അല്ലാതെ മറ്റൊരു ക്യാപ്റ്റനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെയാണ് സൺറൈസേഴ്സ് ആരാധകരുടെയും അവകാശവാദം. അതുകൊണ്ട് തന്നെ പാറ്റ് കമിൻസ് എങ്ങനെയായിരിക്കാം ഈ സീസണിൽ പുലർത്തുക എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തവണത്തെ നമുക്കറിയാമല്ലോ, ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പോലും പാറ്റ് കമിൻസിൻ്റെ സ്ഥാനം ഓസ്ട്രേലിയൻ ക്യാമ്പിൽ നിന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ IPLിലേക്ക് പാറ്റ് തിരിച്ചെത്തുമ്പോഴേക്കും പാറ്റിൻ്റെ എങ്ങനെയാണ് ആ മടങ്ങി വരവ് എന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. എവരും ഞെട്ടിച്ച ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് രജത് പത്തിദാറിൻ്റെ ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു. വിരാട് കോഹ്ലി തന്നെയാണ് രജത് പത്തിദാറാണ് ഇനി RCBയുടെ ക്യാപ്റ്റൻ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത്. കാരണം നമുക്കറിയാം, രജത് പത്തിദാർ ഒറ്റ ഇൻ്റർനാഷണൽ മത്സരം പോലും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല. ഹി ഹാസ് നോട്ട് ഈവൻ ഓൺഡ് എ സിംഗിൾ ഇന്ത്യൻ ക്യാപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ എന്നിട്ട് പോലും രജത് പത്തിദാറിന് മേലുള്ള വിശ്വാസം RCB വെക്കുന്നത്, RCB ആരാധകർ വെക്കുന്നത് കഴിഞ്ഞ സീസണിൽ പത്തിദാർ നൽകിയ മിന്നും പ്രകടനങ്ങളാണ്. ചെറിയ ക്യാമിയോസ് ആയിരിക്കാം, ചിലത് എക്സ്റ്റെൻഡഡ് ക്യാമിയോസിലായിട്ട് പോയിട്ടുണ്ട്, ചില അർദ്ധ സെഞ്ചുറികൾ, മികവാർന്ന അർദ്ധ സെഞ്ചുറികളുണ്ട്. ഇതെല്ലാം തന്നെയാണ് RCB ആരാധകർക്ക് രജത് പത്തിദാറിന് മേൽ വയ്ക്കാൻ കഴിയുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇത്തവണത്തെ ക്യാപ്റ്റന്മാരുടെ പട്ടികയിൽ ഒരു പ്രധാന, ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. കൊള്ളാലോ, പത്തിദാർ ക്യാപ്റ്റൻ ആകുന്നത് എന്നുള്ളൊരു കൗതുകകരമായ രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. മാത്രമല്ല, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാമ്പിൽ അജിങ്ക്യ രഹാനെയാണ് ഇത്തവണ ക്യാപ്റ്റനായി എത്തുന്നത്. നമുക്കറിയാം, ഈ മെഗാ ഓപ്ഷനിൽ അജിങ്ക്യ രഹാനെ ആദ്യം അൺസോൾഡ് ആയിരുന്നു. അജിങ്ക്യ രഹാനെയുടെ പേര് വിളിച്ചപ്പോഴേക്കും 10 ഫ്രാഞ്ചൈസികളിൽ ഒരൊറ്റ ടീമിന് പോലും രഹാനെയ്ക്ക് മേൽ വിശ്വാസമില്ലായിരുന്നു. രഹാന അൺസോൾഡായിട്ട് മാറിയിരുന്നു. പിന്നാലെ 1.5 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വിളിക്കുകയും ചെയ്തിരുന്നു. ആദ്യം ഒരു സംശയം വെങ്കടേഷ് അയ്യർക്ക് ക്യാപ്റ്റൻസി സ്ഥാനം കൊൽക്കത്ത നൽകുമോ എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു. ഇനി അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊൽക്കത്ത പോയത് അജിങ്ക്യ രഹാനെയിലേക്കാണ്. വെറും 1.5 കോടി രൂപയ്ക്കാണ്. ഈ അജിങ്ക്യ രഹാനെയുടെ 1.5 കോടി തന്നെയാണ് ഈ ക്യാപ്റ്റന്മാരുടെ പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ് പൈസ ഉള്ളത് എന്നുള്ളതും കൂടിയാണ് നമുക്ക് പറയേണ്ടത്. ഇനി വരേണ്ടത് ഡൽഹി ക്യാപിറ്റൽസിലേക്കാണ് കേട്ടോ. ഡൽഹി ഇത്തവണ ഒരു സർപ്രൈസ് നീക്കം നടത്തിയിരിക്കുന്നത് അക്സർ പട്ടേലിനെ ക്യാപ്റ്റൻ ആക്കിയതോടുകൂടിയാണ്. അതെന്തുകൊണ്ടാണ് അക്സർ പട്ടേൽ ക്യാപ്റ്റൻ ആകുന്നത്? KL രാഹുൽ നിൽപ്പുണ്ട്, ഫാഫ് ഡു പ്ലസി നിൽപ്പുണ്ട്. ഇവർ രണ്ടുപേരും നിൽക്കുക അക്സർ പട്ടേൽ എന്തുകൊണ്ട് ടീമിലെന്ന് ചോദിച്ചാൽ അക്സർ ഡൽഹിയുടെ വിശ്വസ്തനാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അക്സർ പട്ടേൽ ക്യാപ്റ്റൻ ആകുമ്പോഴേക്കും ഡൽഹി ക്യാപിറ്റൽസ് മാനേജ്മെൻറ്റ് തീരുമാനത്തോട് അംഗീകരിക്കുകയാണ് ഡൽഹി ആരാധകരും താരങ്ങളും ഒക്കെ തന്നെ. കാരണം അക്സർ ഒരു മിന്നും ഫോമിൽ തന്നെയാണ്. നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫീനെ എടുത്ത് നോക്കിയാൽ പോലും അക്സർ ഇന്നറ്റ് 5ലേക്ക് ബാറ്റ് ചെയ്യാൻ വരുന്നു. ഒരു വളരെ അണ്ടർഡോഗായിട്ട്, വളരെ സൈലൻറ്റ് കില്ലറായിട്ട് ഇന്ത്യക്ക് വേണ്ടി മത്സരങ്ങൾ അക്സർ നടത്തുന്നൊരു ഹാൻഡി ഓൾറൗണ്ടറായിട്ട് ഇന്ത്യക്ക് വേണ്ടി മാറുകയാണ്. ആ അക്സറിൻ്റെ ഫോം തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റൻസി താക്കോൽ അക്സറിന് ധൈര്യപൂർവ്വം കൈമാറുകയും ചെയ്യുന്നത് ഡൽഹി ക്യാമ്പ്. ഇനി മറ്റ് ക്യാപ്റ്റന്മാരെ നമ്മൾ നോക്കിയാൽ ഋഷഭ് പന്താണ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റൻ. ഞെട്ടുന്നതൊന്നുമല്ല, IPLിൻ്റെ ചരിത്രത്തിൽ തന്നെ 27 കോടി രൂപയ്ക്ക് ഋഷഭ് പന്തിനെ ലക്നൗ സൂപ്പർ ജയൻസ് വാങ്ങുമ്പോഴേക്കും സ്വാഭാവികമായും ആ ക്യാപ്റ്റൻസി താക്കോൽ ഋഷഭ് പന്തിലേക്ക് തന്നെ പോകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. പഞ്ചാബ് കിങ്സിലേക്ക് വരുമ്പോഴേക്കും 26.75 കോടി രൂപയ്ക്ക് ശ്രേയസ് അയ്യർ വാങ്ങിയതോടുകൂടി തന്നെ പഞ്ചാബിൻ്റെ ക്യാപ്റ്റനായി ശ്രേയസ് അയ്യർ തന്നെ എത്തുമെന്നുള്ളതും വളരെയധികം അറിയാമായിരുന്ന ഒരു കാര്യവും കൂടിയായിരുന്നു. കാരണം അത്രയും വലിയ തുകയ്ക്ക് ശ്രേയസ് അയ്യറിനെ വാങ്ങുമ്പോഴേക്കും ഏവരും ഞെട്ടിയ ഒരു തുകയും കൂടിയായിരുന്നു അത്. എന്തുകൊണ്ട് ശ്രേയസ് അയ്യറിനെ വാങ്ങി എന്നുള്ള ആ ഒരു ചോദ്യം. പക്ഷേ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറുന്നില്ല. ശ്രേയസ് തന്നെ
ക്യാപ്റ്റനായിട്ട് പഞ്ചാബ് കിങ്സിൻ്റെ ടീമിലേക്കും എത്തുകയും ചെയ്യുകയാണ്. മറ്റ് ക്യാപ്റ്റൻസി ലൈനപ്പിലേക്ക് നോക്കുമ്പോഴേക്കും ചെന്നൈയുടെ ക്യാപ്റ്റനായി ഋതുരാജ് ഗെയ്ക്വാദ് വരുന്നു. ഒരു തരത്തിലുള്ള ഞെട്ടലില്ല. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാവുന്നു. ഹാർദിക് പാണ്ഡ്യ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായി തുടരുകയുന്നു. ശുഭ്മൻ ഗില്ല് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റനായിട്ടും മാറുകയാണ്. അങ്ങനെ മറ്റു തരത്തിൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒന്നും അല്ലെങ്കിൽ പോലും ഈ IPL സീസണിൽ ചില ഞെട്ടിക്കുന്ന ചേഞ്ചസ് ക്യാപ്റ്റൻസിയിൽ വന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ കാഴ്ചയാണ്.